ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ നമ്മുടെ സെൻസ് ഓർഗനായിട്ടുള്ള കണ്ണുകളെ പറ്റി വരുന്ന എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യാൻ പോവുകയാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണാം. അപ്പോൾ ക്ലാസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. അതുപോലെ ഈ കാണുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ പിന്നീട് ജോയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന അപ്ഡേറ്റുകളൊക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണുകളെ പറ്റി പഠിച്ചു അല്ലെ, കണ്ണിൻ്റെ ഓരോ ഭാഗങ്ങളെ പറ്റി പഠിച്ചു, കണ്ണിൻ്റെ ലെയറുകളെ പറ്റി പഠിച്ചു. ഏറ്റവും അവസാനം റെറ്റിനയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഈ ഒരു ചെറിയ ഭാഗം കൂടെ കൊണ്ട് തീരുകയാണ്. അതായത് നമുക്ക് രണ്ട് കണ്ണുണ്ട്, പക്ഷെ നമ്മൾ എത്ര ഇമേജ് കാണുന്നുള്ളൂ, ഒരൊറ്റ ഇമേജ് കാണുന്നുള്ളൂ അല്ലേ. എന്തുകൊണ്ടായിരിക്കും അത്? അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അല്ലേ. വൈ ഡോണ്ട് വി സീ ഒബ്ജക്റ്റ് ആസ് ടു ഈവൻ ദോ ദ ഇമേജസ് ആർ ഫോംഡ് ഇൻ ബോത്ത് ദ ഐസ്? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താ സംഭവം? നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് അല്ലേ, എത്ര രണ്ട് കണ്ണുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ണുണ്ടായിട്ടും നമ്മൾ എന്താ കാണുന്നത്, ഒറ്റ ഇമേജ് കാണും. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ രണ്ട് കണ്ണിൽ നിന്നും രണ്ട് ഒപ്റ്റിക് നെർവ് വരുന്നുണ്ട്. ഈ ഒപ്റ്റിക് നെർവുകൾ എവിടെ എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഈ പറയുന്ന ഒപ്റ്റിക് ചിയാസ്മ എന്ന് പറയുന്നു. ഓക്കെ, ചിയാസ്മ എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു ഉച്ചാരണം, എനിക്ക് എങ്ങനെ തോന്നുന്നത്. ഒപ്റ്റിക്കൽ ചിയാസ്മയിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വൽ സിമ്പലുകളായിട്ട് എങ്ങോട്ട് പോകും, നമ്മുടെ വിഷ്വൽ സെന്ററിലോട്ട് പോകും, അല്ലെങ്കിൽ വിഷ്വൽ കോർട്ടക്സിലോട്ട് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ട് കണ്ണിൽ നിന്നും വരുന്ന രണ്ട് ഇമ്പൾസുകൾ. ഈ രണ്ട് ഇമ്പൾസുകൾ ഒരുമിച്ച് എവിടെ എത്തും, ഒപ്റ്റിക് ചിയാസ്മയിൽ എത്തിയിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോകും, നമ്മുടെ വിഷ്വൽ കോർട്ടക്സിലോട്ട് പോകും. ഈ വിഷ്വൽ കോർട്ടക്സിൽ വെച്ചിട്ട് ഈ രണ്ട് ഇമേജുകളും അല്ലെ, ഇപ്പൊ ഈ കണ്ണാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്തോട്ടുള്ള ഇമേജ് കൂടുതലായിരിക്കും, ഈ കണ്ണാണെങ്കിലോ ഈ ഇമേജ് കൂടുതലായിരിക്കും. ഈ നടുക്കുള്ളതെല്ലാം എന്തായിരിക്കും, ഏതാണ്ട് രണ്ട് കണ്ണിനും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യും. അങ്ങനെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് നമ്മൾ ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ബൈനോക്കുലാർ ഫ്യൂഷൻ. നിങ്ങൾ ബൈനോക്കുലർ കണ്ടിട്ടില്ലേ, ദൂരെയുള്ള ഒബ്ജക്റ്റുകൾ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലും ടെലസ്കോപ്പിലാണെങ്കിൽ ഒറ്റ ഇതേ ഉള്ളൂ, പക്ഷെ ബൈനോക്കുലർ എത്രയുണ്ട്, രണ്ടെണ്ണമുണ്ട്. അപ്പോൾ രണ്ട് കണ്ണുകൾക്ക് പോലെ രണ്ട് ബൈനോക്കുലറിന് രണ്ട് കുഴലുകളുള്ള പോലെ, രണ്ട് ഈ പറയുന്ന ഭാഗങ്ങളുള്ളത് പോലെ നമുക്ക് രണ്ട് കണ്ണുണ്ട്. അപ്പോൾ ആ രണ്ട് കണ്ണിൻ്റെയും ഉണ്ടാക്കുന്ന ഇമേജിന് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനോക്കുലാർ ഫ്യൂഷൻ എന്നും, നമുക്ക് ആ വിഷനെ ബൈനോക്കുലാർ വിഷൻ എന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കാണുന്നത് കൊണ്ടുള്ള ഗുണം എന്താ അല്ലേ, ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ എക്സാമ്പിൾ മുന്നേ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു കണ്ണടച്ചിട്ട് ഇതുപോലൊരു പേന എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്യാപ്പ് വയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, കണ്ടോ, നമുക്ക് ആ ഡെപ്ത് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ നോക്കി വെച്ചാൽ നമുക്കത് പറ്റും. അപ്പോൾ ഈ പറയുന്ന ഡെപ്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ എന്ത് പറയും, 3D വിഷൻ എന്ന് പറയും അല്ലെ. എന്ത് പറയും, 3D വിഷൻ. നിങ്ങളിപ്പോൾ ഇറങ്ങിയ ലോകയൊക്കെ കണ്ടായിരുന്നോ, 3D ഒക്കെ കണ്ടായിരുന്നോ സിനിമ? ലോക 3D ആണോ അതോ 2D ആണോ? ഞാൻ കണ്ടില്ല, കുറേ പേര് കണ്ടിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാൻറ്റസി സിനിമകളൊക്കെ നമ്മൾ 3D കാണുമ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒബ്ജക്റ്റുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ തോന്നും അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഡെപ്ത് എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. സിനിമയിൽ മാത്രമല്ല, സിനിമയിൽ അങ്ങനെ 3D മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് നേരിട്ട് എല്ലാത്തിലും ഉണ്ടല്ലേ ഡെപ്ത്. നമുക്കൊരു ഒബ്ജക്റ്റ് കണ്ടാൽ അതിൻ്റെ വലിപ്പമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. എത്ര ദൂരെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈ പറയുന്ന ബൈനോക്കുലാർ വിഷൻ അല്ലെങ്കിൽ ബൈനോക്കുലാർ ഫ്യൂഷനിലൂടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ട് കണ്ണുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരുമിച്ച് വരുന്നതെന്ന് വെച്ചാൽ, രണ്ട് കണ്ണിൽ നിന്ന് വരുന്നതും ഒരുമിച്ച് വന്ന് ചേരുകയാണ് അല്ലേ. ഇവിടെ നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ രണ്ട് കണ്ണിൽ നിന്ന് വരുന്നതും എന്ത് ചെയ്യുവാണ്, ഒരുമിച്ച് വന്ന് ചേരുന്നതാണ്. ഇവിടെ വെച്ചിട്ട് ഒപ്റ്റിക്കൽ ചിയാസ്മയിൽ വെച്ചിട്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടും പോകുന്നു. ഇത് ചിയാസ്മ എന്ന് തന്നെയാണോ പറയുന്നത്, ഇനി വേറെ എന്തെങ്കിലും ഉച്ചാരണം ഉണ്ടോ? ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മളങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ ടെസ്റ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുള്ളതുകൊണ്ട് എക്സാമിന് എന്ത് ചെയ്യാം, ചോദ്യം വരാം. Why don't we see objects as two even though the images are formed in both the eyes? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? We do not see the object as double because the brain merges the two slightly different images. നമ്മുടെ ബ്രെയിൻ എന്ത് പറ്റും, ഈ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഇമേജുകളെയും മെർജ് ചെയ്യും, രണ്ട് കണ്ണിൽ നിന്ന് കിട്ടുന്നതിനെ. ഈ പ്രോസസ്സിനെയാണ് ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എന്ത് പറ്റും, പെർസീവ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് ആക്യുറേറ്റ്ലി. അതിലൂടെ നമുക്ക് ഡെപ്തും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ദൂരവും ആക്യുറേറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലേ. നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിന് അത് ഒരുപാട് ബാധിക്കും. ഓക്കെ, ഓഫ് സീയിങ് ടു സെപ്പറേറ്റ് ഇമേജ്. ദ ഒപ്റ്റിക്കൽ ചിയാസ്മ ഹെൽപ്പ് കോർഡിനേറ്റ് ദ വിഷൻ അല്ലേ. ഈ വിഷനെ കോർഡിനേറ്റ് ചെയ്യുന്നു എങ്ങനെ, ബോത്ത് ഐസ് ഓഫ് ദ ബ്രെയിൻ ക്യാൻ ഫോം എ സിംഗിൾ വൈഡ് ആൻഡ് ആക്യുറേറ്റ് ഇമേജ് ഓഫ് ദ വേൾഡ് എന്ന് പറയും. മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് കണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന
രണ്ട് ഇമേജുകളെ നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ് ബ്രെയിനിൽ ഈ പറയുന്ന വിഷൻ പ്രോസസ് ചെയ്യുന്ന സ്ഥലമാണ് വിഷ്വൽ കോർട്ടെക്സ്. ഈ വിഷ്വൽ കോർട്ടെക്സ് എന്ത് ചെയ്യും? ഒരുമിച്ച് വെച്ചിട്ട് കാണും. നിങ്ങൾ മാപ്പുകളെ പറ്റി പഠിക്കുമ്പോൾ ഇങ്ങനൊരു സാധനം വരും, സ്റ്റീരിയോസ്കോപ്പ്, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ, സ്റ്റീരിയോ പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് മുന്നത്തെ 10ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സ്ഥലത്തിൻ്റെ 2 ഫോട്ടോ എടുത്തിട്ട് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നൊരു ഉപകരണത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ 3D കാണാൻ പറ്റും. അപ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ കണ്ണിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വിഷൻ അങ്ങോട്ട് തീരുകയാണ്. ഇനി വരുന്നത് കണ്ണിലെ ഡിസോർഡറുകളെ പറ്റിയിട്ടാണ്. ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ 2-3 ഡിസോർഡറുകളെ പറ്റി പഠിച്ചു, ബാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഡിസോർഡറുകളും അതിൻ്റെ റീസണും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് സൈറ്റഡ്നെസ് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് റെറ്റിനയ്ക്ക് മുന്നേയാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ കണ്ണിൻ്റെ ഐബോൾ വലുതായത് കൊണ്ടായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ റെറ്റിനയുടെ പവർ കൂടിയത് കൊണ്ടും ആയിരിക്കാം. നമുക്ക് നമ്മുടെ ബയോളജി അല്ലേ, നമ്മൾ ഇതിലോട്ട് പതി നമ്മുടെ എന്താണ് ഐബോൾ എൻലാർജ് ആവുന്നതുകൊണ്ടാണ് പറ്റുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ റെറ്റിനയുടെ മുന്നിലായിരിക്കും ഈ പറയുന്ന ലെൻസിൽ നിന്നുള്ള ഇമേജ് വന്ന് ചേരുന്നത്. സെറ്റല്ലേ? എങ്ങനെ മാറ്റാൻ പറ്റും? കണ്ണാടി ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പോരെ? ഇതുപോലെ ഇതിനകത്ത് നമുക്ക് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, ഫിസിക്സ് നമ്മൾ പഠിച്ചതല്ലേ. അടുത്ത് വരുന്ന ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ദൂരെയുള്ളത് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അടുത്തുള്ളത് കാണുമ്പോഴാണ് ബുദ്ധിമുട്ട്, അല്ലേ? ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? റെറ്റിനയുടെ പുറകിലായിരിക്കും വന്ന് ഫോം ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഐബോൾ ചെറുതായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഷോർട്ട് ആൻഡ് ഐബോൾ ആണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരെയാക്കാൻ പറ്റും. ഇത് രണ്ടും വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഫിസിക്സിൽ നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അവിടെ പഠിക്കാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അസ്റ്റിഗ്മാറ്റിസം കേട്ടിട്ടുണ്ടോ? അസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഐബോളിന് ഒരു പ്രത്യേക കർവേച്ചർ ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കർവേച്ചർ ഉണ്ട്. എന്നാൽ ഈ കർവേച്ചർ ഇറഗുലറായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഇറഗുലാർ കർവേച്ചർ ഓഫ് ദ കോർണിയ ഓർ ലെൻസ്. ലെൻസോ കോർണിയയിലോ കർവേച്ചർ എന്ന് പറയുന്നത്, കർവേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഇങ്ങനെ, അല്ലേ? റെറ്റിന ഇങ്ങനെയല്ലേ, നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? അതിനകത്ത് ലെൻസിനും കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ ഈ പറയുന്ന കർവേച്ചറിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് പറ്റും? നമുക്ക് എന്താണ് വിഷൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരാളുടെ വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ലെൻസ് അല്ലെങ്കിൽ ഒരു കണ്ണാടി, ഇതുപോലത്തെ കണ്ണാടി, ഇതിൽ കുറച്ച് സ്ക്രാച്ചൊക്കെ വന്നിട്ടെ നിങ്ങളടുത്ത് കണ്ണു വെച്ച് നോക്കി, കുറച്ച് എന്താ പറയുക, നമുക്കൊരു മഞ്ഞൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടുമോ? ഇല്ല, അല്ലേ? അപ്പോൾ ഒരു സ്ക്രാച്ച് ഒരേലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വിഷൻ ഉണ്ടാവും. അതായത് ഈ പറയുന്ന ആക്സിസുകളൊന്നും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റാതെ വരും. ഇതാണ് അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കുഴപ്പം. അപ്പോൾ ഇത് തിരുത്താനായിട്ട് അല്ലെങ്കിൽ ഇത് മാറ്റാനായിട്ട് കർവേച്ചർ പോയത് കൊണ്ടല്ലേ. അപ്പോൾ എന്തുപയോഗിച്ചാൽ മതി? സിലിണ്ടറിക്കൽ ലെൻസുകൾ ഉപയോഗിച്ചാൽ മതി. എന്തുപയോഗിച്ചാൽ മതി? സിലിണ്ടറിക്കൽ ലെൻസ് എന്ന് പറയുന്ന ലെൻസ് തൊട്ട്, അതായത് ഒരു സിലിണ്ടറിൽ നിന്ന് നമ്മളൊരു ഭാഗം കട്ട് ചെയ്യുന്ന പോലെ, അപ്പോൾ ആ കർവേച്ചർ കൃത്യം കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ കണ്ണിൻ്റെ കർവേച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. പിന്നെ വരുന്നതാണ് കാറ്ററാക്ട്. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, തിമിരം എന്ന് പറയും, അല്ലേ? പ്രായമായ ആൾക്കാരിൽ നമ്മൾ ഈ പറയുന്ന കാഴ്ചയുടെ ഈ പറയുന്ന കൃഷ്ണമണിയുടെ ഭാഗത്ത് ഒരു വെള്ള കോട്ടിങ് പോലെ വരും, അല്ലെ? ഇതാണ് പറയുന്നത് എന്താണ്? ഐ ലെൻസ് ബിക്കം ഒപ്പാക്ക്, അല്ലേ? നമ്മളെ കണ്ണ് ലെൻസ് എന്ന് വെച്ചാൽ ട്രാൻസ്പാരൻ്റ് ആണ്. ചില കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഒരു വെള്ളപ്പാട പോലത്തെ ഒരു സംഭവം പ്രായമായിട്ടുള്ള അപ്പൂപ്പനമ്മമാരിലൊക്കെ കാണാറുണ്ട്. ഇതിനാണ് നമ്മൾ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സർജറിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് പറ്റും. ഇനി അടുത്ത അസുഖമാണ് ഗ്ലൂക്കോമ. ഈ ഗ്ലൂക്കോമയെ പറ്റി ഞാൻ എവിടെ പഠിപ്പിച്ചു? ചാപ്റ്റർ തുടങ്ങി നമ്മൾ അക്വസ് ഹ്യൂമറിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ കണ്ണിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്വസ് ഹ്യൂമറാണ്. ചില സമയത്ത് എന്ത് പറ്റും? ഈ പറയുന്ന അക്വസ് ഹ്യൂമർ തിരിച്ച് നമ്മുടെ കണ്ണിലോട്ട് റീഅബ്സോർവ് ചെയ്യാതെ വരുമ്പോൾ പ്രഷർ കൂടി നമ്മുടെ കാഴ്ച പ്രശ്നം ഉണ്ടാക്കും. ഫെയിലിയർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ അക്വസ് ഹ്യൂമർ, പ്രഷർ ഇൻസൈഡ് ദ ഒപ്റ്റിക് നെർവ് ഗെറ്റ് ഡാമേജ്, അല്ലെ? പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യും? ഡാമേജ് ആയിട്ട് വിഷൻ ഇല്ലാതാകുന്നതാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. മെഡിസിൻസിലൂടെയും സർജറിയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ ഇത് കുറയ്ക്കാനായിട്ട് പറ്റും. മറ്റൊരു അസുഖമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതും ഓൾറെഡി പറഞ്ഞു തന്നു. എപ്പോൾ പഠിച്ചു? കൺജങ്ക്റ്റൈവ പഠിപ്പിച്ചു, അല്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. മരുന്നുകൾ ഉപയോഗിച്ച് നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലേ? ഡയബറ്റീസ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഇൻസുലിൻ ഉൽപ്പാദനം കുറയുമ്പോൾ ശരീരത്തിൽ ഷുഗർ കൂടുന്നു. ഷുഗർ എന്ന് നമ്മൾ സാധാരണ പറയുന്ന സാധനം. ഈ ഷുഗർ കൂടി ചില ആൾക്കാർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള നിങ്ങളുടെ ബന്ധുക്കളോ വീട്ടുകാരോ ഒക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന അൺകൺട്രോൾഡ് ഡയബറ്റീസ് കാരണം എന്ത് പറ്റും? ഡാമേജസ് ദ ബ്ലഡ് വെസൽസ് ഇൻ ദ റെറ്റിന. റെറ്റിനയിലെ ബ്ലഡ് വെസലുകൾ ഡാമേജ് ആവുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാഴ്ച എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക ഒരു പരിധിവരെ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെയും സർജറിയിലൂടെയും നമുക്ക് ശ്രമിക്കാം, പക്ഷേ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇനി വരുന്നൊരു സംഭവമാണ് പലരും തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ചില സിനിമയിലൊക്കെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതായത് രാത്രിയായ സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാഴ്ചയങ്ങും ഇല്ലാതാവും. അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ അതല്ല സംഭവം. നമ്മുടെ ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് എന്തുണ്ടാകുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സാധനം നമ്മൾ പഠിച്ചു. എവിടെ പഠിച്ചു? റെറ്റിന പിഗ്മെന്റും ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചില്ലേ? റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ? അപ്പോൾ ഈ പറയുന്ന വൈറ്റമിൻ എയിൽ നിന്നുള്ള ഡെറിവേറ്റീവ് നമ്മുടെ കണ്ണിനകത്തുണ്ട്, നമ്മുടെ കാഴ്ചയ്ക്ക് അത് സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിം ലൈറ്റ് വിഷൻ കുറയുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, നമുക്കറിയാം കോൺ സെല്ലുകൾ നമ്മളെ കളർഫുൾ വിഷന് സഹായിക്കുമ്പോൾ റോഡ് സെല്ലുകളാണ് ഡിം ലൈറ്റിന് സഹായിക്കുന്നത്. ഈ ഡിം ലൈറ്റ് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, ഈ ഡിം ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ആക്യുറസി വളരെ കുറവാണ്, നിറം കാണാൻ പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഈ പിഗ്മെന്റുകളിൽ ഉണ്ടാകുന്ന കുറവ് കാരണം നമുക്ക് രാത്രി ഇരുട്ടത്ത് അല്പമെങ്കിലും ഇരുട്ടായി കഴിയുമ്പോൾ പിന്നെ കാഴ്ച തീരെ മങ്ങുന്ന ഒരു അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മറ്റൊന്നാണ് സെറോപ്താൽമിയ. എന്താണ് സെറോപ്താൽമിയ? ഈ സെറോപ്താൽമിയും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മുടെ കണ്ണ് ഭയങ്കര ഡ്രൈ ആവുകയും പിന്നീട് ഇത് കൂടുതലായി കഴിഞ്ഞാൽ കാഴ്ച വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും സെറോപ്താൽമിയ എന്ന് പറയുന്നത്. സെറോപ്താൽമിയ എന്ന് പറയുമ്പോൾ സെറോപ്താൽമിയയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തിനെ പറയാം? നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ പറയാൻ പറ്റും. അതായത് നമുക്ക് ഈ സെറോപ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷൻ പല പല റീസൺസ് ഉണ്ട്. നമ്മൾ മെഡിക്കലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും കണ്ണ് ഡ്രൈ ആകുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കാം. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? കൂടിയാൽ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോകും. വൈറ്റമിൻ എ എന്ത് ചെയ്യുക? കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയും. അപ്പോൾ സെറോപ്താൽമിയയും മറ്റൊരു അസുഖമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ ഇത് ഒതുക്കിയത്. സെറോപ്താൽമിയെ പറ്റി പറയാനാണെങ്കിൽ വീണ്ടും ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അസുഖങ്ങളെ പറ്റിയിട്ട്? ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും. ഇനി കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണിൻ്റെ ഈ പറയുന്ന കർവേച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നം കാരണം അല്ലേ? കണ്ണിൻ്റെ എന്ത് കാരണം? ഈ പറയുന്ന ലെൻസിൻ്റെയോ അല്ലെങ്കിൽ കോർണിയയുടെയോ കർവേച്ചറിൽ ഉണ്ടാകുന്ന കുറവ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അസ്റ്റിഗ്മാറ്റിസം. അത് നേരെയാക്കാൻ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കും. കാറ്ററാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണ്ണിലെ ലെൻസ് ഒപ്പാക്ക് ആവുന്നതാണ്. സർജറിയിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രഷർ, അക്വസ് ഹ്യൂമറിന് റീഅബ്സോർപ്ഷൻ ഇല്ലാത്തത് കാരണം പ്രഷർ കൂടുകയും അത് കാരണം ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുകയും ചെയ്യുന്നു. എന്തുവാണ്? മരുന്നും സർജറിയും തന്നെയാണ് അവിടെ ഉള്ളത്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? കൺജങ്ക്റ്റൈവയുടെ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് വെച്ചാൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇത് കാരണം നമ്മുടെ റെറ്റിന ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുന്നതാണ് റീസൺ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. സെറോപ്താൽമിയ എന്ന് പറഞ്ഞാലും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം കോർണിയ എന്താകുന്നു? ഒപ്പാക്ക് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞേ, കണ്ണ് ആദ്യം നമുക്ക് ഡ്രൈ, ഈർപ്പം ഇല്ലാത്ത, നമുക്കറിയില്ല കണ്ണിന് എപ്പോഴും മോയ്സ്ചർ ഉണ്ട്, അതൊക്കെ കുറയുന്നതായിട്ടാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസീസുകൾ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. ബട്ട് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും കുഴപ്പമില്ല. ബാക്കി ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റൂലേ? അസ്റ്റിഗ്മാറ്റിസം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ചാൽ എന്തായിരുന്നു? കർവേച്ചറിൽ ഉണ്ടാകുന്ന കുറവ്. അടുത്ത് നമ്മുടെ ഈ പറയുന്ന എന്താണ്? നമ്മുടെ തിമിരം അല്ലേ? എന്തുവാണ് തിമിരത്തിൻ്റെ ഇംഗ്ലീഷ്? എന്തുവായിരുന്നു? മാറിപ്പോയി. കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഈ പറയുന്ന ഭാഗം, കോർണിയയുടെ ഭാഗത്ത് എന്താകുന്നു? ഒരു ലെയർ, ഒരു വെളുത്ത പാട പോലൊരു സംഭവം വരുന്നു. അത് മാത്രം നമ്മൾ സർജറി കൊണ്ട് റിമൂവ് ചെയ്താൽ കാഴ്ച തിരിച്ച് കിട്ടും. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അക്വസ് ചേമ്പറിലെ പ്രഷർ കൂടുന്ന കാരണം ഡാമേജ് ഉണ്ടാകും. കൺജങ്ക്റ്റിവൈറ്റീസ്, കൺജങ്ക്റ്റൈവയുടെ ഡയബറ്റീസ് റെറ്റിനോപ്പതി. അപ്പോൾ നിങ്ങൾ അൺകൺട്രോൾ ഡയബറ്റീസ് മാത്രം പഠിച്ചാൽ മതി. റെറ്റിന ബ്ലഡ് വെസൽസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആയാലും സെറോപ്താൽമി ആയാലും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും മിനിമം എങ്കിലും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സത്യം പറഞ്ഞാൽ തീർന്നു. ഇനി നമുക്ക് ഐയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പോയിന്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഇനി കണ്ണിൻ്റെ പ്രൊട്ടക്ഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ ഐസ് അല്ലേ? വേൾഡ് സൈറ്റ് ഡേ, കാഴ്ചയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദിനമൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഐസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൽ കിട്ടും. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കാഴ്ച ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അറിവിന് വേണ്ടിയിട്ടാണ്, എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നാണ് കാഴ്ച ദിനം എന്ന് പറയുന്നത്? ഓക്കെ,
എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച. ഓക്കെ, ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വേൾഡ് സൈറ്റ് അല്ലെ, നമുക്ക് ചാർജർ ഓണാക്കാൻ മറന്നു, വേൾഡ് സൈറ്റ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് തേഴ്സ്ഡേ. ഓക്കെ, തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ. ഓക്കെ, ഞാൻ ട്യൂസ്ഡേ എന്നല്ലല്ലോ, തേഴ്സ്ഡേ എന്നല്ല, വ്യാഴം എന്നല്ലേ പറഞ്ഞു. ഓക്കെ, ചാർജർ വന്നപ്പോഴത്തേക്കും ശ്രദ്ധ അതിലോട്ട് പോയി. ഓക്കെ, തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ. ഏത് ഓർഗനൈസേഷൻ, നമ്മൾ WHO അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്സും അവയർനെസ്സിന് വേണ്ടിയിട്ട് മീറ്റിംഗ്സും കാര്യങ്ങളും കണ്ടുപിടിക്കാറുണ്ട്. എന്താണ് റെഡ്യൂസ് സ്ക്രീൻ ടൈം, എൻകറേജ് റെഗുലർ ഐ ടെസ്റ്റ് എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഒക്കെയാണ് പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. WHO ആപ്പ് എന്ന് പറയുന്നത് 14 ഭാഷകൾ അവൈലബിൾ ആണ്. 8 വയസ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വായിച്ചു നോക്കിയാൽ പോലും കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, ഇത്രയും വായിച്ചു നോക്കിയാൽ പോരെ, വേറെ ഒന്നുമില്ലല്ലോ അതിനകത്ത്. ഓക്കെ, 2024 നമുക്ക് വേൾഡ് സൈറ്റ് ഡേയുടെ സ്ലോഗനാണ് ചിൽഡ്രൻ ലവ് യുവർ ഐസ്. ചിൽഡ്രൻ ലവ് യുവർ ഐസ്. കാഴ്ച അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണെന്നല്ലേ. കാഴ്ചയില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് 10 മിനിറ്റ് ഇരിക്കാൻ നോക്കിയേ, ഒന്ന് നടക്കാൻ നോക്കിയേ, എന്തുമാത്രം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നതിനകത്തൊരു കൺട്രോൾ വേണം. ഗെയിം കളിക്കാനും ഇല്ല, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ യൂട്യൂബ് ക്ലാസ് പോലും നിങ്ങൾ മൊബൈലിലാണ് കാണുന്നത്. അപ്പോൾ എന്തായിരിക്കും, കണ്ണിന് അത്രയും സ്ട്രെയിൻ ഉണ്ടാവും. സോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ നടത്തുക. ബാക്കി സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ നിന്ന് മാറ്റാം. അതുപോലെ സ്ക്രീനിൽ എപ്പോഴും ഒരുപാട് അടുത്ത് വെച്ച് നോക്കാതിരിക്കുക. അറിയാമല്ലോ, ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഐക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഞാനത് പോയിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 1, കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ക്ലീൻ വെള്ളം വെച്ച് കണ്ണ് കഴുകുക. വൈറ്റമിൻ എ ഉള്ള ആഹാരങ്ങൾ നന്നായി കഴിക്കുക. ഓക്കെ, അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സെറോപ്താൽമിയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക അല്ലേ. ഇങ്ങനെ സ്ക്രീനിലോട്ട് തന്നെ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന കുട്ടികളാണ് കൂടുതലും കണ്ടിട്ടുള്ള. ഞാനും മൊബൈൽ ഗെയിം കളിച്ചിട്ടുണ്ട്. കളിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കണ്ണിനും വില കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അല്പസമയം കളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. ചില 1-1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് കളിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ളവർക്കെല്ലാം ഇതുപോലെ കണ്ണാടികളും എന്താണ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും വയ്ക്കാതിരിക്കണമെങ്കിൽ കണ്ണിൻ്റെ കാര്യം നോക്കുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിയർ സൺഗ്ലാസസ് ആൻഡ് സേഫ്റ്റി ഗ്ലാസസ് അല്ലേ. നമ്മുടെ മമ്മൂക്കൊക്കെ ജാടയായിട്ടല്ല എന്ത് വയ്ക്കുന്നത്, സൺഗ്ലാസസ് വയ്ക്കുന്നത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അല്ലേ. നമ്മുടെ മമ്മൂട്ടിയാണ് എല്ലായിടത്തും എന്ത് വയ്ക്കുന്നത്, ഗ്ലാസ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ ഇത് കോമൺ ആയി അല്ലേ. ഇപ്പോൾ എല്ലാവരും വെച്ച് പുറത്തിറങ്ങുന്നുണ്ട്. കാരണം അറിയാം നമ്മുടെ സൂര്യപ്രകാശം അത്രയും ഹാർഷായിട്ട് വരുന്നതാണ്. അത് കണ്ണിൽ നിന്ന് ഡയറക്റ്റ് അടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നമ്മൾ എന്താണ് സേഫ്റ്റി ഗ്ലാസസ് ഉപയോഗിക്കുക. എന്തെങ്കിലും ഈ പറയുന്ന കറങ്ങുന്ന ഉപകരണങ്ങളുടെ അടുത്തോ എവിടെന്നെങ്കിലും എന്തെങ്കിലും തെറിക്കാനോ പൊട്ടിത്തെറിക്കാനോ അല്ലേ, എവിടെന്നെങ്കിലും ചെറിയ മൂവിങ് പാർട്സ് ഒക്കെ ഉള്ളിടത്ത് ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സേഫ്റ്റി ഗ്ലാസസ് വയ്ക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഭാഗത്തൊക്കെ കണ്ണാടി വരുന്ന ഒരു ടൈപ്പ് കണ്ണാടി ഉണ്ടല്ലോ, നമ്മൾ വെൽഡിങ് ചെയ്യുന്ന ആൾക്കാർ വെക്കുന്ന പോലത്തെ, അതിന് ട്രാൻസ്പാരൻ്റ് ടൈപ്പ് കണ്ണാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ ശീലിക്കുക. നിങ്ങൾ നിങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോഴും അത് യൂസ് ചെയ്യുക. പ്രൊട്ടക്ട് ഫ്രം UVs ആൻഡ് ഇഞ്ചുറീസ്. കീപ്പ് ഹാൻഡ് ക്ലീൻ. അഴുക്കുള്ള കൈയൊന്നും വെച്ച് കണ്ണ് തിരുമ്മിയൊന്നും ചെയ്യരുത്. ഒക്കെ പിള്ളേരെ പോലെ ചെയ്യരുത്. റെഗുലറായിട്ട് ഐ ചെക്കപ്പ് നടത്തുക. ഡയബറ്റീസും മറ്റ് BP ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഓക്കെ, എഴുതി ചേർക്കാമല്ലോ. ഇനി ഐ ഡൊണേഷൻ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ണ് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ? കണ്ണ് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഫുള്ളായിട്ടുള്ള കണ്ണിനെടുത്ത് കൊടുക്കുന്നു എന്നാണോ ചിന്തിച്ച് വെച്ചേക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കോർണിയ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ സർജിക്കലി എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പലർക്കും ഈ കണ്ണ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മരിച്ച ആളുടെ ബോഡിയിൽ നിന്ന് കണ്ണ് മൊത്തത്തിലെടുക്കുമോ, അത് വിരൂപമായി പോകുമെന്നൊക്കെ ഉള്ള ഒരു വിഷമം ഉണ്ടാവും അല്ലേ. നമ്മുടെ അടുത്ത ആൾക്കാർ മരിക്കുന്നൊക്കെ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കണ്ണിൻ്റെ കോർണിയ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവും. സോ നമുക്കത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേത്രദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ കാരണം അല്ലേ, നമുക്കെന്ന് വെച്ചാൽ ഇന്നോ ഒന്നുമല്ലേ, നമ്മൾ എന്തെങ്കിലും മനുഷ്യരല്ലേ, എന്നാലും ഒരു ദിവസം ജനിക്കുമ്പോൾ ഒരു ദിവസം മരിക്കും. അപ്പോൾ ആ ഒരു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് കാഴ്ച കിട്ടാൻ അത് കാരണമായേക്കാം. സോ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല, ബട്ട് നല്ലതാണ്. ഓക്കെ, ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 ഷുഡ് സ്പെൻഡ് ഓൺലി an hour or less on digital devices. കണ്ടോ, 5 വയസ്സിൽ താഴെയുള്ളവർ കണ്ടോ, less than an hour in digital devices. Those who are below 1 year should never use such devices. നിങ്ങൾക്കിപ്പോൾ ബാധകം അല്ലെങ്കിലും അനിയനും അനിയത്തിയൊക്കെ വീട്ടിൽ കാണുമല്ലോ അല്ലേ. ഈ പറയുന്ന കാർട്ടൂണൊക്കെ കണ്ട ഒറ്റ ഇരിപ്പാണ്. എൻ്റെ വീട്ടിലുണ്ട്, ചേട്ടൻ്റെ മോനുണ്ട്. അങ്ങനെ ഒരു ഇരിപ്പാണ്. ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എന്ത് പറ്റും, കട്ടടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണൊക്കെ അടച്ച് കാണിക്കും. അല്ലാതെ ഇപ്പോൾ എന്തുവാണ്, സ്ക്രീനിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല. നമ്മളത് പ്രിവെൻറ്റ്
ചെയ്യാം. ഓക്കെ, തീർന്നു. ഇനി ലാസ്റ്റ് വരുന്നത് നമുക്ക് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സാധനത്തിൻ്റെ പേര്. നിങ്ങളെല്ലാവരും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താ ഈ ഒരു ചാർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പേരാണ് സ്നെല്ലൻസ് ചാർട്ട്. ഇതാണ് സ്നെല്ലൻസ് ചാർട്ട്. കാരണം ഇതിലിങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മളെ ഈ പറയുന്ന ഒപ്താൽമോളജിസ്റ്റ് ആണോ അങ്ങനെ ആരാണോ ഡോക്ടറാണോ ആരാന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് ഇത് വായിക്കാനായിട്ട് പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, അവസാനം വരെ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിഷൻ എന്ന് പറയുന്നത് 6/6 ആയിരിക്കും. എത്രയായിരിക്കും? 6/6 ആയിരിക്കും. ഓക്കെ, ദർ ആർ സെവറൽ ചാർട്ട്സ് യൂസ്ഡ് ഇൻ വിഷ്വൽ അക്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ എത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഒരു 20 അടി ദൂരെ ഇരുന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഇത് വായിക്കാനായിട്ട് നിൽക്കുന്നത് അല്ലേ. ഇതിനകത്ത് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, സിമ്പിൾസ് ഉണ്ടായിരിക്കും. എഴുത്തുമാനെ അറിയാത്ത ഒരു കാര്യമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഏറ്റവും സ്മാളസ്റ്റ് ലൈൻ വരെ വായിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6/6 ആയിരിക്കും. അതിലെന്ത് ചെയ്യാം, കുറവും വരാം അല്ലേ. അപ്പോൾ നല്ല ലൈറ്റിൽ വായിക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, ഉറങ്ങുക. ഐ ഡൊണേഷനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും? അതൊരു നോബിൾ, അതൊരു പുണ്യകർമ്മമാണ് അല്ലേ. ഡൊണേറ്റ് ഐ ക്യാൻ ഗീവ് വിഷൻ ടു 2 ബ്ലൈൻഡ് പീപ്പിൾസ്. നമ്മൾ ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ കണ്ണ് ദാനം ചെയ്താൽ ചിലപ്പോൾ 2 പേർക്ക് വരെ കാഴ്ച കിട്ടാം. സോ കോർണിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, കോർണിയൽ ഡാമേജ് ഉള്ളവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഐ ടെസ്റ്റ്. ഓക്കെ, ഐ ടെസ്റ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടിൻ്റെ പേര് 1 വേർഡ് ചോദിക്കാം. സ്നെല്ലൻസ് ചാർട്ടാണ്. അതിൽ റോ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ടാവും. നമ്മൾ 20 ഫീറ്റ് ദൂരെ ഇരുന്നിട്ടായിരിക്കും അത് വായിക്കുന്നത്. ഏറ്റവും താഴത്തത് വായിക്കാൻ പറ്റിയാൽ നമ്മുടെ വിഷൻ 6/6 അല്ലെങ്കിൽ 20/20 എന്ന് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, 6/6 വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 20 മീറ്റർ ദൂരെ ഇരിക്കുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് വായിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. 6/6. ഇനി അത് കുറയുകയാണെങ്കിൽ 4/6 അല്ലെങ്കിൽ 6/4 ഒക്കെ മാറി വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് അർത്ഥം, സാധാരണ ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന നമ്മൾ വായിക്കുന്ന ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും മറ്റൊരാൾക്ക്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് വായിക്കാൻ പറ്റുന്നതിൻ്റെ പകുതി ദൂരത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓരോ ഫ്രാക്ഷൻ മാറുമ്പോഴും സത്യത്തിൽ ഇതാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കിയേ. മോഡേൺ ഡിവൈസുകളായിട്ട് നമ്മൾ കണ്ണിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റെറ്റിനോസ്കോപ്പ്. എന്താണ് റെറ്റിനോസ്കോപ്പ്? എന്നതിന് വേണ്ടിയിട്ടാണ് ചെക്ക് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ റെറ്റിന ഹെൽപ്പ് ടു പ്രിസ്ക്രൈബ് സ്പെക്ടക്കിൾസ് അല്ലേ. നമ്മളിപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു സ്നെല്ലൻസ് ചാർട്ട് മാത്രം വായിച്ചിട്ടാണോ ഡോക്ടർ കണ്ണാടി തരുന്നത്? അല്ലല്ലോ. വീണ്ടും അകത്തുകൊണ്ട് കുറേ ടെസ്റ്റുകൾ നടത്തല്ലേ. അതിലൊന്നാണ് എന്താ റെറ്റിനോസ്കോപ്പ് എന്ന് പറയുന്നത്. ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ റെറ്റിന, റെറ്റിനയിൽ നിന്ന് വരുന്ന റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടോണോമീറ്റർ ഉണ്ട്, ഐ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലൂടെ ഗ്ലൂക്കോമ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇഷിഹാര പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട്, കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഈ ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് അസുഖമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും കളർ ബ്ലൈൻഡ്നെസ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് എന്താ നമ്മൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു അവിടെ ഈ ഇഷിഹാര കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒപ്താൽമോളജി എന്ന് പറയുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് രീതികളാണ്. നമുക്ക് BBS കഴിഞ്ഞിട്ടും ഒപ്താൽമോളജി പഠിക്കാൻ പറ്റും. അല്ലാതെ ഒപ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും കുറേ തുടങ്ങി നമ്മുടെ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ തീരുവാണ്. ഇനി വരുന്നത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് അത്ര ഇമ്പോർട്ടൻറ്റ് ക്ലാസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.